ഇന്ന് മനുഷ്യൻ ജീവിക്കുന്നത് പരസ്പരം പോരടിക്കുന്ന യുദ്ധങ്ങളുടെ കാലത്താണ്. ദയയും സ്നേഹവും പഠിക്കാത്ത മതത്തെയും അല്പം മാത്രം അറിവുള്ള അധ്യാപകരെയും അനാവശ്യമായി ദേഷ്യം വരുന്ന സ്ത്രീയെയും സ്നേഹമില്ലാത്ത പരിചിതരെയും കുടുംബത്തെയും ഒരു മനുഷ്യൻ ഉപേക്ഷിച്ചിരിക്കണം എന്നാണ് ചാണക്യനീതിയിലൂടെ ചാണക്യൻ പറയുന്നത്. അമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു ജീവൻ ഉത്ഭവിക്കുമ്പോൾ തന്നെ അതിൻ്റെ പ്രായം, കർമ്മങ്ങൾ, സമ്പത്ത്, വിദ്യാഭ്യാസം, മരണം എന്നീ എല്ലാ കാര്യങ്ങളും എഴുതപ്പെട്ടിരിക്കുന്നു. ഒരുവന്റെ ജീവിതത്തിലുണ്ടാകുന്ന കാര്യങ്ങൾ ഉത്ഭവ സമയത്ത് തന്നെ മുൻകൂട്ടി തീരുമാനിച്ചിരിക്കുന്നു. മോഹം ഏറ്റവും വിഷമ പിടിച്ച ഒരു രോഗമാണ്. അത്യാഗ്രഹം ഏറ്റവും വലിയ ശത്രുവുമാണ്. ദേഷ്യം ഏറ്റവും അപകടകരമായ തീയാണ്. മാതാപിതാക്കളുടെ ചുമതലയാണ് കുട്ടികളുടെ വിദ്യാഭ്യാസമെന്ന് അനുസരണയുള്ള മക്കളും വിശ്വസ്തയായ ഭാര്യയും ഒരാളുടെ ജീവിതത്തിൽ സന്തോഷം നൽകുന്നു. മക്കൾക്ക് വിദ്യാഭ്യാസം നൽകാതെയും ശ്രദ്ധിക്കാതെ വളർത്തുകയും ചെയ്യുന്ന മാതാപിതാക്കളെ അദ്ദേഹം കടുത്ത ഭാഷയിൽ വിമർശിച്ചിരുന്നു. പഠിക്കുന്നതിനു വേണ്ടി കുട്ടികളെ ശിക്ഷിക്കുന്നതോ ശാസിക്കുന്നതോ അവർ നന്നായി പഠിക്കുവാൻ പറ്റിയ ഒരു നല്ല ഉപായമാണ്. എന്നാൽ ആധുനിക വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടവർ മറിച്ച് ചിന്തിക്കുന്നു. ദിവസവും എന്തെങ്കിലും വായിക്കുന്നത് വഴി അവർ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെടുന്നു. ഒരിക്കലും ഒരിടത്തും തങ്ങളുടെ ആവശ്യം കഴിഞ്ഞാൽ കടിച്ചു തൂങ്ങി നിൽക്കരുതെന്ന് ചാണക്യൻ അഭിപ്രായപ്പെടുന്നു. വേഗം തിരിച്ചു പോകുന്നത് ബഹുമാനിക്കപ്പെടുന്നു. എന്നാൽ അധിക സമയം എവിടെയും നിൽക്കുന്നത് അപ്രീതിക്ക് പാത്രമാകുന്നു. സമൂഹത്തിലുള്ള മോശം ആളുകളുമായുള്ള സമ്പർക്കം അവസാനിപ്പിക്കണം. നല്ല ചങ്ങാതിയുടെയും നല്ല ജോലിയുടെയും ഗുണം ചാണക്യൻ വിവരിക്കുന്നു. കച്ചവടം ഒരു നല്ല ഉദ്യോഗമായി അദ്ദേഹം കാണുന്നു. ഒരാൾ സ്വന്തം പ്ലാനുകൾ മറ്റുള്ളവരോട് പറയരുത്. എല്ലാ സ്വകാര്യ രഹസ്യങ്ങളും കൂട്ടുകാരോട് പോലും പറയരുത്. നാം മറ്റുള്ളവരുടെ ചെറിയ തെറ്റുകളിലേക്ക് നോക്കുന്നതിനെതിരെ ചാണക്യഗുരു പറയുന്നു. ഒരു ദുഷ്ടമനുഷ്യനെയും പാമ്പിനെയും കാണുകയാണെങ്കിൽ ദുഷ്ടമനുഷ്യനെ ആദ്യം കൊല്ലണം. കാരണം അവൻ കൂടുതൽ ഉപദ്രവകാരിയാണ്. വിദ്യാഭ്യാസമില്ലാത്ത വിഡ്ഢിയായ ഒരാളെ ചാണക്യൻ പറയുന്നത് ഒരു മൃഗത്തിനോട് ആണ്. നല്ല വംശത്തിൽ പിറക്കുകയും ശരീരഭംഗി ഉണ്ടെങ്കിലും അവൻ വിദ്യാഭ്യാസമില്ലാത്തവനാണെങ്കിൽ ഒരു വിലയുമില്ല.